ഇന്നത്തെ ഗോസ്പല് ധൂർത്തപുത്രൻ്റെ ഉപമയാണ്. അത് വായിക്കും മുമ്പ് നമ്മൾ ഒരു ഭാഗം കൂടി വായിച്ചിട്ട് വേണം ഈ ഭാഗത്തിലേക്ക് എത്താനായിട്ട്. അത് ലൂക്കാസ് സുവിശേഷം 15-ാം അധ്യായത്തിലെ ധൂർത്തപുത്രൻ്റെ ഉപമ പറയുന്നതിന് തൊട്ട് മുമ്പത്തെ 2 ഉപമകൾ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് വേണം ഇന്നത്തെ ഗോസ്പല് നമ്മൾ വിചിന്തനം ചെയ്യാനായിട്ട്. ആദ്യത്തെ ഉപമ യേശു പറയുന്നതും നഷ്ടപ്പെട്ടു പോയ ആടിൻ്റെ ഉപമയാണ്. 100 ആടുകളുണ്ടായിരിക്കെ അതിൽ നിന്ന് ഒന്ന് വഴുതിപ്പോകുമ്പോൾ ആ ഒന്നിനെ തേടിപ്പോയിടേൻ്റെ കഥ. ക്രിസ്തു ഇത് പറയുമ്പോൾ നഷ്ടത്തിൻ്റെ കഥയാണ് ഓർമ്മിപ്പിക്കുന്നത്. 100 എണ്ണത്തിനെയും ഒരുപോലെ മേച്ചിൽപ്പുറത്ത് കൊണ്ടുപോയ ഒരിടയൻ അതേ വഴി തിരിച്ചു കൊണ്ടുവരുന്നു. മടുത്തുപോയി. സ്ഥിരം കാഴ്ച, സ്ഥിരം അനുഭവങ്ങൾ, സ്ഥിരം ഭക്ഷണം. ഒരു കുഞ്ഞാടിന് പെട്ടെന്ന് ഒരാഗ്രഹം പുതുമയുള്ള കാഴ്ചകൾ കാണണം, പുതിയ വഴിയിലൂടെ സഞ്ചരിക്കണം. അതുകൊണ്ട് ഈ ആട് മറ്റൊരു വഴിയിലൂടെ പോയി എത്തിച്ചേരാമെന്ന് കരുതുന്നു. പക്ഷേ എത്തിച്ചേർന്നില്ല. എവിടെയോ വഴിതെറ്റി, പേടിച്ചു പോയി. ചെന്നായിക്കൂട്ടത്തിൻ്റെ ഇടയിലാകുന്ന പോലത്തെ ഒരനുഭവം. ഇരുട്ടായി പേടിച്ച് ഭയന്നിരിക്കുമ്പോൾ ആ ആടിനെ തേടിയെത്തുന്ന സ്നേഹമുള്ള ഇടയൻ എടുത്ത് തോളിലേറ്റി അതിനെ മറ്റാടുകളോടടുത്ത് കൊണ്ടുവരുന്ന ഇടയൻ. ആട് നഷ്ടപ്പെട്ടു പോയത് പുറത്താണ്. ഒരു കൂട്ടത്തിൽ നിന്ന് തെറ്റിപ്പോയ ഒരാട്. ആടിനിഷ്ടം അപ്പോഴും പുറത്തു പോകാനായിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ ആട് നഷ്ടപ്പെട്ടു പോയത് പുറത്താണ്. അതിനുശേഷം യേശു പറയുന്ന 2ാമത്തെ ഉപമ നഷ്ടപ്പെട്ടു പോയ നാണയത്തിൻ്റെ ഉപമയാണ്. അതിലൊരു സ്ത്രീ രാത്രിയിൽ അവളുടെ കയ്യിലെ നാണയം താഴെ വീണു പോകുന്നു. വീടിനകത്താണ് നഷ്ടപ്പെട്ടത്. വീടിനകത്ത് നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ കറണ്ടൊന്നും ഇല്ലായിരുന്നത് കൊണ്ട് പിറ്റേ ദിവസം രാവിലെ അന്വേഷിച്ചാൽ മതി. പ്രത്യേകിച്ച് അതിൻ്റെ പേരിൽ ഇനി അന്വേഷണം നടത്തേണ്ട കാര്യമൊന്നുമില്ല. നഷ്ടപ്പെട്ടു പോയ നാണയം ആ വീടിനകത്ത് എവിടെയെങ്കിലും തന്നെ കാണുമല്ലോ. പക്ഷേ അവൾ അങ്ങനെയൊന്നല്ല ചെയ്തത്. അവൾ വിളക്ക് കൊളുത്തി രാത്രി മുഴുവൻ അന്വേഷിച്ചായിട്ടാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. എന്നിട്ട് കണ്ടു കിട്ടുമ്പോൾ ആ കണ്ടു കിട്ടിയതിനെ ഓർത്ത് അതിൻ്റെ ഇരട്ടി സ്പെൻഡ് ചെയ്തോള്. അടുത്തുള്ളവരെയൊക്കെ വിളിച്ചു. കാശ് കിട്ടിയതിൻ്റെ പേരിൽ അതിൻ്റെ ഇരട്ടി അവൾ സന്തോഷിച്ച് ചിലവാക്കി. ഇവിടെ നാണയം നഷ്ടപ്പെട്ടു പോയത് എവിടെയാണ്? അകത്താണ്. ആട് നഷ്ടപ്പെട്ടു പോയത് പുറത്ത്, നാണയം നഷ്ടപ്പെട്ടു പോയത് അകത്ത്. ഇനി ഇന്നത്തെ ഗോസ്പലിലേക്ക് നമ്മൾ എത്തുന്നു. അവിടെ ധൂർത്തപുത്രൻ്റെ ഉപമ. ഒരു മകൻ ആടിൻ്റെയും നാണയത്തിൻ്റെയും അതേ സ്വഭാവം കാണിക്കുന്നു. കുറച്ചും കൂടി സ്വാതന്ത്ര്യം അന്വേഷിച്ച്, കുറച്ചും കൂടി സ്നേഹം അന്വേഷിച്ച് അവൻ പുറത്തു പോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ പുറത്തു പോകാൻ തീരുമാനിച്ച ഒരാടിനെ പോലെ ഒരു മകൻ. അതേ കണക്ക് ഏറ്റവും മൂല്യമുള്ള ഒന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. ഒരമ്മയുടെ കയ്യിൽ നിന്ന് എങ്ങനെയാണോ ഒരു നാണയം നഷ്ടപ്പെട്ടു പോയത്, അതുപോലെ ഒരപ്പൻ്റെ കയ്യിൽ നിന്ന് നാണയം നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ഒരു നാണയം പിന്നീട് കൈവെള്ളയിൽ നിന്ന് പോകുമ്പോൾ ഉണ്ടാകുന്നൊരു സങ്കടം. മകൻ അതേ കണക്ക് നഷ്ടപ്പെടുന്നു. ആട് നഷ്ടപ്പെട്ടത് പുറത്താണെങ്കിൽ, നാണയം നഷ്ടപ്പെട്ടത് അകത്താണെങ്കിൽ, ഈ മകൻ നഷ്ടപ്പെട്ടത് അകത്തുമാണ് പുറത്തുമാണ്. വീട്ടിലും നഷ്ടപ്പെട്ടു, അവൻ പുറത്ത് മനുഷ്യരും നഷ്ടപ്പെട്ടു. കൂടുതൽ സ്വാതന്ത്ര്യവും കൂടുതൽ സ്നേഹവും കൂടുതൽ സ്വപ്നങ്ങളും കൊണ്ടിറങ്ങിയൊരു മകൻ അവൻ്റെ ഭവനത്തിലുണ്ടായിരുന്ന വലിയ സന്തോഷങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി. ഇപ്പോൾ അവൻ പുറത്ത് ഏറ്റവും മോശപ്പെട്ട ദരിദ്ര ജീവിതത്തിലേക്ക് എത്തുന്നു. വീട്ടിനകത്തും അവനിപ്പോൾ അന്യനാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു മകൻ തിരിച്ചു വരുന്നു. തിരിച്ചു വരുന്ന അവസരത്തിൽ അവനെ സ്വീകരിക്കാൻ 2 കരങ്ങളും നീട്ടി ഒരപ്പൻ കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഗോസ്പൽ നൽകുന്ന സന്ദേശം ഇതാണ്. നമ്മളെവിടേക്കോ പുറത്ത് നഷ്ടപ്പെട്ടവരാണ്. ചിലപ്പോൾ നമ്മളെവിടേക്കോ അകത്ത് നഷ്ടപ്പെട്ടവരാണ്. കുറച്ചും കൂടി കണ്ണും പൂട്ടി ധ്യാനിച്ചാൽ ഒരു വെളിച്ചം കിട്ടും. ചിലരൊക്കെ അകത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, പുറത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അകത്ത് കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയ ഓരോരുത്തരാണോ നമ്മൾ? എവിടേക്കോ നമ്മുടെ ബന്ധങ്ങൾ നമ്മൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് ഒരു ഭവനത്തിനുള്ളിൽ ഒരു മേൽക്കൂരയ്ക്ക് കീഴിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? അതേ കണക്ക് ധ്യാനിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പുറത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? നമ്മുടെ സൗഹൃദങ്ങളും ബന്ധങ്ങളും ജോലി സ്ഥലത്തുമൊക്കെ ഇങ്ങനെ വൈരാഗ്യ ബുദ്ധിയോടുകൂടിയൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പെരുമാറുന്നുണ്ടോ? ഇനി ചിലപ്പോൾ പുറത്ത് നഷ്ടപ്പെട്ട് അകത്ത് നഷ്ടപ്പെട്ട് നമ്മൾ നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടോ? ഇങ്ങനെ എത്തിയിട്ടുണ്ട് എങ്കിൽ ഈ സുവിശേഷ ഭാഗം നമുക്കൊക്കെ നൽകുന്നൊരു വെളിച്ചം നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് തിരിച്ചു നടക്കാനാണ്. ഇനി നമ്മളുടെ ഓർത്ത് മാത്രമല്ല, ഈ മറ്റു ചില മനുഷ്യരും ഇതേ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ചില മനുഷ്യരൊക്കെ ഇപ്പോൾ അകത്ത് നഷ്ടപ്പെട്ടവരാണ്. നമ്മളുടെയൊക്കെ ഭവനത്തിനകത്ത് മക്കളോ ജീവിത പങ്കാളിയോ മാതാപിതാക്കളോ ആരോ ആയിക്കൊള്ളട്ടെ, അവരുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ കൊണ്ടും ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും ചിലപ്പോൾ വീടിനകത്ത് നഷ്ടപ്പെട്ടു പോയവരായേക്കാം. ചിലപ്പോൾ പുറത്ത് നഷ്ടപ്പെട്ട ചില മനുഷ്യരുണ്ട്. നമ്മുടെയൊക്കെ ജോലി സ്ഥലങ്ങളിലും നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ ചില മനുഷ്യരൊക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയി പുറത്ത് അനാഥരായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അവർക്കൊക്കെ ധൂർത്തപുത്രൻ്റെ അപ്പനെപ്പോലെ 2 കരങ്ങളും നീട്ടി സ്വീകരിക്കാനുള്ളൊരു മനസ്സ് ഇന്നത്തെ ഗോസ്പൽ നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. ആകമൊത്തത്തിൽ ഇന്നത്തെ സുവിശേഷം നൽകുന്നത് നഷ്ടങ്ങളുടെ തിരിച്ചുവരവാണ്. നഷ്ടപ്പെട്ടു പോയ ഒരാട് തിരിച്ച് വരുമ്പോൾ ഇടയൻ തോളിലേറ്റി സന്തോഷിക്കുന്നു. ആ ആടിനെ തേടിപ്പോകുന്നു.
നഷ്ടപ്പെട്ടു പോയൊരു നാണയം, ആ നാണയത്തിന് വേണ്ടി രാത്രി പകലാക്കി അധ്വാനിച്ച് കണ്ടുകിട്ടുവോളം ഒരു സ്ത്രീ അന്വേഷിക്കുന്നു. കണ്ടുകിട്ടുമ്പോൾ മറ്റെല്ലാവരെയും കൂട്ടി ഇരട്ടി ചെലവഴിക്കുമ്പോഴും അവൾക്കൊരു കാര്യം അറിയാം, തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷം വലുതാണ്. അതേ കണക്ക് ഒരു മകൻ നഷ്ടപ്പെട്ട് അകത്തും പുറത്തും നഷ്ടപ്പെട്ട് നിൽക്കുമ്പോഴും അവനെ സ്വീകരിച്ച് ആ വീട് ആഘോഷമാക്കി തീർക്കുന്ന ഒരപ്പൻ. പ്രിയമുള്ളവരെ, ഇങ്ങനെ ആഘോഷത്തിൻ്റെ ഒരു കഥയാണ് ഇന്ന് ഈ ഭൂമിക്ക് ആവശ്യം. നമ്മളെവിടെയെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു നടക്കാൻ ധൈര്യം കാണിക്കൂ. അതല്ല, നമ്മുടെ കൂടെയുള്ള ആരെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അവർ തിരിച്ച് നടക്കാൻ പഠിപ്പിക്കൂ. എനിക്ക് തോന്നുന്നു ഈ തപസ്സുകാലം നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെയും സ്നേഹങ്ങളെയൊക്കെ വീണ്ടെടുക്കാനുള്ളൊരു അവസരമാണ്. ഒന്നും എന്നേക്കുമായി നഷ്ടപ്പെട്ടിട്ടില്ല. തിരിച്ചു വരാൻ കഴിയാത്ത വിധത്തിൽ ഒന്നും കൈവെള്ളയിൽ നിന്ന് പോയിട്ടുമില്ല. എല്ലാം തിരിച്ചുവരവിൻ്റെ കണ്ണിൻ്റെ വക്കത്താണ്. കാഴ്ചയ്ക്കപ്പുറം ഒന്നും കടന്നു പോകാത്തത് കൊണ്ട് എല്ലാത്തിനെയും തിരിച്ചു കണ്ടുപിടിക്കാൻ ഈ തപസ്സുകാലം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.